ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എലനോസ് പാർട്ടിയെക്കുറിച്ചാണ്. എലനോസ് പാർട്ടി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എലനോസ് പാർട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളൊരു കാര്യം ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് 2-3 ദിവസം ഈ എലനോസ് പാർട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേയധികം ആരോപണങ്ങൾ ഈ ഒരു എലനോസ് പാർട്ടിക്കെതിരെ കുറേയധികം പേര് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് എലനോസ് പാർട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ആദ്യമേ ഒരു പോലീസ് ഈ ഒരു എലനോസ് പാർട്ടിക്കെതിരെ കേസ് എടുത്തത് എന്നുള്ളതും, പിന്നെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ ഒരു എലനോസ് പാർട്ടിക്കെതിരെയൊക്കെ വന്നത്, അതിന് മറുപടി എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കോ, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കോ. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ എലനോസ് പാർട്ടിക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, പോലീസ് ഇത് കണക്ക് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിനെ ഒരു കാറുണ്ടെങ്കിൽ റോഡിൽ നടുക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാരാണ് എന്ന് നോക്കിയ സമയത്ത് ഒരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടി പോലീസിനെ കണ്ടത് പെട്ടെന്നുണ്ടെങ്കിൽ കാറ് ഓടിച്ചു പോയി എന്നുള്ളതും പോലീസ് പിറവെ ചേസ് ചെയ്ത് അവരെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെക്ക് ചെയ്ത സമയത്താണ് ഈ ഒരു എലനോസ് പാർട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് മനസ്സിലാവുകയും അതിന് ശേഷം ഊതിപ്പിച്ച സമയത്ത് ഇതിനൊക്കെ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഫൈനൊക്കെ ചാർജ് ചെയ്തിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. അതിനെപ്പറ്റി മീഡിയക്കാരൊക്കെ ചോദിച്ച സമയത്ത്, പോലീസിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ മറുപടിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫൈനൊക്കെ അടപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇതാണ് ഇന്ന് രാവിലത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന എലനോസ് പാർട്ടിക്കെതിരെ പോലീസിൻ്റെ ഒരു കേസ് എടുത്ത കാര്യം. ഇതിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എലനോസ് പാർട്ടിക്ക് എതിരെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും കുറേയധികം പേര് അത് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എലനോസ് പാർട്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഒരു സോപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് തേച്ച് വരച്ച് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വെളുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കുറേയധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിൽ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവരുണ്ട്, ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. കുറേയധികം ക്രീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, വെളുക്കും, അത് മാറും ഇത് മാറും എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് ചെയ്യാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപർണ തോമസ് ഇതേ കണക്ക് ഓരോ ക്രീം ഓരോന്നൊക്കെ മാറി തേച്ചൊക്കെ ആ ഒരു അപർണയും പറയുന്ന ഒരു വീഡിയോസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഉപയോഗിക്കുന്നതായിരിക്കത്തില്ല, പക്ഷേ അവർക്ക് കിട്ടുന്ന പ്രൊമോഷനാണ്. അവർക്ക് ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്രീം ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് അവർക്ക് പൈസ കിട്ടും. പക്ഷേ അവരിതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ വീഡിയോയിൽ വന്ന് ഞാൻ ഉപയോഗിക്കുന്നതാണ് വർഷങ്ങളായിട്ട് എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും സത്യമായിരിക്കത്തില്ല. ഇവരൊക്കെ നല്ല ഒരു ക്ലിനിക്കിൽ പോയിട്ടായിരിക്കും അവരുടെ സ്കിന്നൊക്കെ നോക്കിപ്പിക്കുന്നത്. ഇത് വിശ്വസിച്ചിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പണിയും കാര്യങ്ങളും വരും. അവസാനം ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇതിനൊന്ന് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതല്ലേ ഉള്ളൂ, നിങ്ങളടുത്ത് വാങ്ങണം എന്നൊന്നും ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയാൻ കുറേയധികം പേരങ്ങനെ പറയുന്നവരും ഉണ്ട്. എന്തായാലും ഇതേ കണക്ക് എലനോസ് പാർട്ടി ഈ ഒരു സോപ്പിനെ പറ്റി ഒരു പരസ്യം, ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെയാണ് എലനോസ് പാർട്ടി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് നെഗറ്റീവായിട്ട് കമൻസൊക്കെ വരാൻ തുടങ്ങി. എന്തിനാണ് എലനോസ് പാർട്ടി ഇത് കണക്ക് കുറേയധികം പേര് റിയാക്ഷനൊക്കെ ചെയ്യുന്നതല്ലേ, സമൂഹത്തിന് ഇത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വീഡിയോസൊക്കെ ചെയ്യുന്നതല്ലേ, എന്നിട്ട് ഇതേ കണക്ക് പൈസ വാങ്ങിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുവാണോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പം പൈസയ്ക്കും മേലിൽ ആരും പോവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം എലനോസ് പാർട്ടി സത്യമാക്കി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എലനുണ്ടെങ്കിൽ അതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള മൈവേ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്ലിനിക്കിനെതിരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ കണക്ക് ഈ കല്യാണി എന്ന് പറയുന്നത് കുറേയധികം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര മില്യൺ ഫോളോവേഴ്സൊക്കെ ആണ് ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉള്ളത്. അപ്പം കുറേയധികം പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ നാളുകളായിട്ട് ഈ ഒരു വ്യക്തിയുടെ മുഖത്ത് എന്തോ ഒരു പാടൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് എന്ത് പറ്റിയെന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യമേ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു.
അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തൻ്റെ മുഖത്തൊരു പാട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്ലിനിക്കിൽ പോയി കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇത്രയും മാസത്തോളം ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് നാളായതിന് ശേഷം വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇവരാണെങ്കിൽ ഇവരുടെ ക്ലിനിക്കിൽ നടത്തുന്ന അവരുടെ ക്രീമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതിന് ശേഷം ആ പാടിനും കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഒന്നും തന്നെ ഇല്ല. അപ്പോഴത്തേന് കല്യാണിക്കും ഈ ഒരു ഭർത്താവിനൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കുറേയധികം പൈസ അവിടെ തന്നെ ചിലവാക്കുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും പോകാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. അവരുടെ അടുത്ത് ചെന്നിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള ബില്ലും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ബില്ല് അവർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അയച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കല്യാണിയും ഭർത്താവും ഒക്കെ ഒരു ബില്ലും ഇവരെ ഒരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷനൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഇവർ പേയ്മെൻറ്റ് ചെയ്തത് കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ബില്ല് തന്നത് കുറവാണ് എന്നുള്ള കാര്യമൊക്കെ ലേറ്റസ്റ്റായിട്ട് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര പറ്റിപ്പാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇതേ കണക്ക് മാർക്കെന്ന് പറഞ്ഞത് കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പാരമ്പര്യമായിട്ട് വീട്ടുകാർക്കൊക്കെ ഉള്ളൊരു മാർക്ക് വന്നപ്പോൾ അങ്ങനെ ക്ലിനിക്കിൽ പോയെന്നാണ്. പക്ഷേ ഈ ഒരു ക്ലിനിക്കുകാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കല്യാണി ഏതോ ഒരു ക്രീമും ഒക്കെ വാരി തേച്ചതിന് ശേഷം അങ്ങനെ പാട് വന്നിട്ട് ക്ലിനിക്കിൽ വന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്രീമിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ആൾക്കാർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഇവർ തന്നെ കുറേയധികം ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. എന്നിട്ട് ഇത് കണക്ക് വാരി തേച്ചു, അവർക്ക് പ്രശ്നമായതിന് ശേഷം അവർ നേരെ ഉണ്ടെങ്കിൽ നല്ലൊരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ച് മാറ്റാനൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുപോലുള്ള ക്രീമും കാര്യങ്ങളും ഇവർ വിൽക്കുന്ന സമയത്ത് ആൾക്കാരിത് കണ്ട് ഇത് വിശ്വസിച്ച് വാങ്ങിച്ചൊക്കെ ഉപയോഗിക്കും. അവർക്കിതുപോലെ വന്നാൽ ചിലപ്പോൾ അത്രയും പൈസയൊന്നും ക്ലിനിക്കിൽ പോയി ചിലവാക്കി ശരിയാക്കാനുള്ള അവസ്ഥയൊന്നും ആവത്തില്ല. അപ്പം ഇവർക്ക് തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് ഇവർക്കെതിരെ നെഗറ്റീവായിട്ടൊക്കെ കമൻറ്റ്സ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഹെലനോ സ്പാർട്ട ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഒരു ക്രീമിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇതേ കണക്ക് താനൊരു വീഡിയോ ഒക്കെ കണ്ട് ഇതേ കണക്കൊരു കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ക്രീമിൻ്റെയൊക്കെ വാരി തേച്ചു അല്ലെങ്കിൽ പ്രമോഷൻ ചെയ്യുന്നു, അവർക്കെന്തോ പ്രശ്നം വന്നപ്പോൾ ക്ലിനിക്കിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു സോപ്പ് പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് ഓരോന്നൊക്കെ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ പണം വാങ്ങിച്ചിട്ട് ഓരോ കള്ളങ്ങൾ വിളിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട സമയത്ത് എനിക്ക് പറയണം എന്ന് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളെല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്, ഞങ്ങൾക്കൊരു പ്രൊമോഷൻ വരുമ്പോൾ അത് ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവരും അത് പോയി വാങ്ങണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്നതൊന്നുമില്ല. നിങ്ങളുണ്ടെങ്കിൽ വാങ്ങണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കിട്ടുന്ന പ്രമോഷനാണ്, അതെല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പിന്നെ എന്താണ് വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നത്, വലിയ സിനിമാ താരങ്ങൾ വരെ ഇതൊക്കെ ചെയ്യുന്നതല്ലേ. ഇപ്പം മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ മമ്മൂക്കയുടെയൊക്കെ പേര് ഈ ഒരു ഹെലനോ സ്പാർട്ട പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ണൻ ദേവൻ ചായ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചിലപ്പോൾ അതൊന്നും കുടിച്ചെന്ന് പോലും വരത്തില്ല. അപ്പം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ പരാതിയായിട്ടൊക്കെ പോകുമോ അല്ലെങ്കിൽ അവർക്കെതിരെ നെഗറ്റീവ് പറയുമോ? അതൊക്കെ പ്രമോഷനാണ്, അവർ ചെയ്യാതിരിക്കുക, അതൊക്കെ അവർ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സും. ഞങ്ങൾക്ക് പ്രമോഷൻ കിട്ടുന്നു, അത് ഞങ്ങൾ ചെയ്യുന്നു. ആരുടെയും കയ്യിലും ഒന്നും കൊണ്ടുവന്ന് ഞങ്ങൾ തരുന്നില്ല, ഇതൊക്കെ കുടിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇതൊക്കെ തേച്ചേ പറ്റൂ എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല. അപ്പം ഞങ്ങളുടെ പാട്ടിന് വിടണം. പിന്നെ മറ്റു ചില റിയാക്ഷനൊക്കെ ചെയ്യുന്നവരാണ് ഇതേ കണക്ക് വലിയ എന്തൊക്കെയോ അവരെ തോന്നിയതൊക്കെ പറയുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, ഇവർക്കൊക്കെ ഭയങ്കര അസൂയയാണ് എന്നുള്ളതാണ്. ആരും ഇവർക്ക് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് തരുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ ഇത് ചെയ്യുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർക്കങ്ങ് ചൊറിച്ചിലും എതിരെ വീഡിയോസ് ചെയ്യലും ഒക്കെയാണ്. എനിക്ക് മനസ്സിലാവാത്തത്, ഇവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ വീഡിയോ ചെയ്യുന്നത് അറിയത്തില്ല. ഇത് പ്രൊമോഷനാണ്, അത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. അപ്പം അവർക്ക് വേണമെങ്കിൽ അവത് വാങ്ങിച്ചാൽ മതി, അല്ലാതുണ്ടെങ്കിൽ ഞങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കല്യാണിയുടെ കേസിലാണെങ്കിൽ അവർ ക്രീമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കല്യാണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഹെലനുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ട് ഹെലനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഹെലൻ പറഞ്ഞ പല കാര്യങ്ങളും ഇതേ കണക്ക് ചിന്തിക്കാതെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഹെലനെതിരെ കുറേയധികം പേര് ആ ഒരു സോപ്പിൻ്റെ പരസ്യം അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും മറുപടി പറയണം എന്ന് വെച്ചിരുന്ന സമയത്താണ് കല്യാണിയുടെ കാര്യം വരുന്നത്. അപ്പം അതിൻ്റെ മറയായിട്ട് വെച്ചുകൊണ്ട് കല്യാണിക്ക്
സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഹെലൻ എന്തൊക്കെയാണോ പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ ഒരു പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ വലിയ സ്റ്റാർസിനെതിരെ വരെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ ഒരു ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വരെ ആൾക്കാർ നടന്മാരെ വിളിച്ച് വരെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതോ ഒരു ഫെയർ ഹാൻസം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പരസ്യമൊക്കെ ചെയ്തതിന് ഷാറുഖ് ഖാനെതിരെയും അതുപോലെ തന്നെ മമ്മൂക്കയ്ക്കെതിരെ എന്തൊക്കെയോ ഇത് ഇന്ദുലേഖ എന്തൊക്കെ പരസ്യത്തിൻ്റെ പേരിലൊക്കെ ഒരാൾ കൊണ്ടുപോയി കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് നിയമപരമായിട്ട് വരുമ്പോഴത്തേന് ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരാരാണോ അവർക്കെതിരെയും അതിൻ്റെ അംബാസിഡറൊക്കെ ആരാണോ അവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കാനുള്ള നിയമ നടപടി ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും അറിയാതെയാണ് എലനോർ സ്പാർട്ട വന്ന് സംസാരിച്ചെന്നുള്ളൊരു കാര്യങ്ങൾ ആൾക്കാർ കമൻസൊക്കെ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കല്യാണിയുടെ കാര്യമാണെങ്കിലും കല്യാണി ഇതേക്ക് കുറേയധികം ക്രീമുകളൊക്കെ ദിവസവും വന്നിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുവരെ വീഡിയോസൊക്കെ കാണുന്ന കുറേയധികം പാവങ്ങളുണ്ട് ഇതിനെപ്പറ്റി അറിയാതെ ഇവരെയൊക്കെ വിശ്വസിച്ച്. ചിലവരൊക്കെ ഇവരെ കുടുംബം പോലെ കാണുന്ന കുറേയധികം അമ്മമാരൊക്കെ ഉണ്ട്. ഇവർ ഇടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഓക്കെ ഇതൊക്കെ വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്കിന്നിന് ബെറ്റർ ആവും എന്നൊക്കെ വിശ്വസിച്ച് അവർ തേക്കാം. ചിലപ്പോൾ അവരെ കയ്യിൽ ഉണ്ടാവുന്ന പൈസ കുറച്ചും കൂടെ അത്രയൊന്നും പൈസ കാണത്തില്ല. പക്ഷെ അത് ഇവർ പറഞ്ഞു എന്നുള്ള ഒറ്റ വാക്കിൻ്റെ പേരിൽ കുറച്ച് പൈസയൊക്കെ ഇട്ട് അത് വാങ്ങും. അത് തേച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലോ ഇവർക്ക് ക്ലിനിക്കിൽ പോയി ഭയങ്കരമായിട്ട് ശരിയാക്കുക ലക്ഷങ്ങളൊന്നും മുടക്കാൻ ചിലപ്പം കയ്യിൽ ക്യാഷ് ഉണ്ടാവണം എന്നില്ല. അപ്പോഴത്തേന് പറയുന്ന എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് സത്യസന്ധമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് പറയുക ഇത് ഞാൻ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ പറയണം. പക്ഷെ അതിനൊന്നും ഈ ഒരു പ്രൊമോഷൻ ചെയ്യാൻ കൊടുക്കുന്നവരൊന്നും സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോൾ അവർ പറഞ്ഞു ഇത് കണക്ക് ബാക്കിയുള്ളവർക്കൊരു ജലസാണെങ്കിൽ അസൂയയാണ് അതുകൊണ്ടാണ് ഇത് കണക്കെന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നുമല്ല, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇൻഫ്ലുവൻസർ എന്ന പേരിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതറിഞ്ഞ് ചെയ്യുക. ആരായാലും കുറേയധികം പേരിങ്ങനെ ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരടുത്തും പറയാനുള്ളൊരു കാര്യം നിങ്ങളുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലാവരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസം തകർക്കുന്ന രീതിയിലാവരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നിങ്ങളെ വീഡിയോസ് കാണുന്നതും കൊണ്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതൊക്കെ. അപ്പോഴത്തേന് അത് ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളെ വിശ്വാസം ഇല്ലാതാവുകയും നിങ്ങളെ വെറുക്കുക വരെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീൽഡിൽ നിന്ന് തന്നെ മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാണുന്നവരെ ഒരിക്കലും ചെറുതായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം തകർക്കരുത്. ചിലപ്പോൾ ഒന്നും അറിയാത്തവരൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. ഇതാണ് പാവമായിട്ടുള്ള അമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ കണ്ടിട്ട് ഇതുപോലെ വാങ്ങും. അവരിതൊന്നും അറിയത്തില്ല. നിങ്ങൾ പറയുന്നത് പ്രമോഷനാണ്, ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമൊന്നും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല. അപ്പോഴത്തേനും അവരിതൊക്കെ വാങ്ങിച്ച് തേച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്കിന്നിൻ്റെയൊക്കെ പ്രശ്നം വന്നാൽ ആര് സമാധാനം പറയും? നിങ്ങളുടെ പേരിലായിരിക്കും അവർ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ പോകുന്നത്. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അത് ആരായിരുന്നാലും എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.